ഹലോ, ഇന്ന് നമുക്ക് നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് റെഡി ആക്കാം കേട്ടോ. നാളെ എന്റെ ലാസ്റ്റ് ചെക്കപ്പ് ആണ്. മേ ബി നാളെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ 10-ാം തീയതിയുടെ ഉള്ളിൽ എന്തായാലും ബേബി വരും. അപ്പൊ നമ്മൾ ഹോസ്പിറ്റൽ ബാഗ് റെഡി ആക്കുന്ന ഒരു വീഡിയോ ആണ് ഇത്. ഞാൻ കുറച്ച് ദിവസം മുന്നേ തന്നെ ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എന്തൊക്കെയാണ് ആവശ്യമുള്ളത്, മദറിന്റെതും ബേബിയുടേതും പിന്നെ അതർ പ്രൊഡക്ട്സിന്റെ ഒക്കെ ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഹോസ്പിറ്റൽ ബാഗ് റെഡി ആക്കാൻ വേണ്ടി എനിക്ക് 3 ഹെൽപ്പേഴ്സ് ഇവിടെ ഉണ്ട്. ഒന്നിതാ. കോമൺ ആയിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ഫാദറിന്റെയും മദറിന്റെ ID പ്രൂഫ് ആണ്. അതുപോലെ ഇതുവരെ നമ്മൾ കാണിച്ച ഹോസ്പിറ്റൽ റെക്കോർഡ്സും. ആ ഹോസ്പിറ്റൽ റെക്കോർഡ്സ് ഞാൻ ഫയലിലാക്കി റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ID പ്രൂഫ് അരുണിന്റെ കയ്യിൽ സെക്യൂർഡ് ആണ്, എന്റെതും അരുണ്ടതും. ആദ്യം നമുക്കുള്ള ഡ്രസ്സാണ്. ഞാനൊരു 5-6 സെറ്റ് ഡ്രസ്സ് എടുക്കുന്നുണ്ട്, 2 ഓപ്പൺ മാക്സി എടുക്കുന്നുണ്ട്, 3 ഫീഡിംഗ് ടോപ്പ് എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ 2 നോർമൽ ടോപ്പ് എടുക്കുന്നുണ്ട്. നമ്മളിപ്പോ സെറ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ. നാളെ രാവിലെ നമുക്ക് പോകണം. അപ്പൊ അതിന്റെ മുന്നേ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ട ഇന്നേഴ്സ് ആണ്. ഫീഡിംഗ് ബ്രാസ് എടുത്തിട്ടുണ്ട്, അതുപോലെ വേണ്ട ഇന്നേഴ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ സെപ്പറേറ്റ് ഒരു കവറിലാക്കിയിട്ടാട്ടോ വെക്കുന്നത്. തകൃതിയായി പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടാ. നമുക്ക് ആവശ്യമുള്ളത്, മദറിന് ആവശ്യമുള്ളത് ഞാനൊരു 11 പ്രൊഡക്റ്റ് ആണ് ഒന്ന് ചെക്ക് ചെയ്ത് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിലിപ്പോ നമുക്ക് മെറ്റേണിറ്റി ഡ്രസ് ആയി, പാൻറ്റീസ്, നമ്മളെ ഇന്നോവയേഴ്സ് ആയി, പിന്നുള്ളത് മെറ്റേണിറ്റി പാഡ് ആണ്. ഞാനൊരു 20 മെറ്റേണിറ്റി പാഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നോർമൽ പാഡ് ഞാൻ ആവശ്യത്തിൽ അധികം എടുത്തിട്ടുണ്ട്. ഒരു വലിയൊരു ബോക്സ് ഞാൻ നോർമൽ പാഡും എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് 2 തോർത്ത്, 2 വലിയ തോർത്ത് എടുത്ത് വെക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് 5 പ്രൊഡക്ട്സ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പ്ലാസ്റ്റിക് ഷീറ്റ് ആണ്. ബ്ലീഡിംഗ് ഒക്കെ ആയി കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അത് വേറൊരു ബാഗിലാണ്. അത് സെപ്പറേറ്റ് ഞാൻ കുഞ്ഞിന്റെ ഡ്രസ്സ് എടുത്ത് വെച്ചതാണ് കേട്ടോ. അത് കുഞ്ഞിന്റെ ഡ്രസ്സ് കാണിക്കുമ്പോൾ കാണിച്ചു തരാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 2 കോട്ടൺ മുണ്ടാണ്. ഇത് നമ്മളെ മല്ല തുണിയില്ലേ, അത് നമ്മൾ കട്ട് ചെയ്തിട്ട് മേടിച്ചതായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത്, നമുക്ക് യൂസ് ചെയ്യുന്ന ബ്രഷ്, പേസ്റ്റ്, പിന്നെ നമ്മൾക്ക് യൂസ് ചെയ്യുന്ന മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സോപ്പ്, ചീപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. ഇത് ഞാനൊരു പൗച്ചാക്കിയിട്ട് സെപ്പറേറ്റ് വെച്ചതാണ്. അതിലിപ്പോ നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്തതെന്ന് അറിയോ? ബ്രഷ്, ടൂത്ത് പേസ്റ്റ്, ഓയിൽ, സോപ്പ്, വാഷിംഗ് സോപ്പും, നമ്മൾ ബാത്തിങ് സോപ്പ് എടുത്തിട്ടുണ്ട്, ഡെറ്റോള്, പിന്നെ ഹെയർ ആക്സസറീസ്, നമ്മൾ മേക്കപ്പ് പ്രൊഡക്ട്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ ആ പൗച്ചിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറയാൻ വിട്ടുപോയതാണ്, നമ്മളെ മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഞാനൊരു ബോക്സ് ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എനിക്കുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതാ ഒരു കൊട്ട ഫുൾ സെറ്റാണ്. ഇനി കുഞ്ഞിന്റെ സാധനങ്ങളാണ്, അത് അടുത്ത പാട്ടിൽ ഇടാട്ടോ.